സമസ്തയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായോ അടുപ്പമോ എതിർപ്പോ ഇല്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ദൈനംദിന രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് സമസ്തയുടെ നയമല്ല, ഭരണകൂടങ്ങളോട് സഹകരിക്കുന്നത് വിഷയാധിഷ്ഠിതമായെന്നും മുത്തുക്കോയ തങ്ങൾ സമസ്തയുടെ മുഖപത്രം സുപ്രഭാതത്തിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, സുപ്രഭാതത്തിൽ എഴുതിയ ലേഖനത്തിലാണ് സമസ്തയുടെ നയം വ്യക്തമാക്കുന്നത്. വിശദാംശങ്ങൾ. എന്തായാലും മുസ്ലിം സാമുദായിക സംഘടനയായ സമസ്ത അതിൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ 100 ആണ്ട് തികയ്ക്കാൻ പോവുകയാണ്. അതിൻ്റെ 99ാമത്തെ വയസ്സിലേക്ക് കടക്കുന്നു. ഇന്ന് അതിൻ്റെ 99ാം വാർഷികമാണ്. 1926 ജൂൺ 26 വരക്കൽ മുല്ലക്കോയ തങ്ങൾ അടക്കമുള്ള അന്നത്തെ നേതാക്കൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പ്രസ്ഥാനം സ്ഥാപിക്കുന്നത്. അതിനുശേഷം ഇങ്ങോട്ടേക്ക് വലിയ തോതിൽ ആ സംഘടന ചർച്ചാ വിഷയമാകുകയും മതരംഗത്ത് പൊതുരംഗത്തൊക്കെ ഇടപെടുകയും ഒക്കെ ചെയ്തു. സമീപകാലത്ത് ഏറ്റവും കൂടുതൽ സമസ്ത ചർച്ചാ വിഷയമായത് അവരുടെ രാഷ്ട്രീയ നിലപാടുകളുടെ പേരിലാണ്. ആ ഒരു നിലപാടിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. അവർ സർക്കാരുമായി അടുക്കുന്നു, CPIഎമ്മുമായി അടുക്കുന്നു, മുസ്ലിം ലീഗുമായി അകലുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വ്യാഖ്യാനിക്കപ്പെട്ടു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ കാവൽ കർമ്മസാഫല്യത്തിൻ്റെ 1 നൂറ്റാണ്ട് എന്ന ശീർഷകത്തിൽ സമസ്ത അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എഴുതിയ ലേഖനം. ആ ലേഖനത്തിൽ അദ്ദേഹം കൃത്യമായി സമസ്തയുടെ രാഷ്ട്രീയ നിലപാട് എന്താണ്, സമസ്തയുടെ നയനിലപാട് എന്താണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അദ്ദേഹം ആ ലേഖനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: സമസ്തയുടെ രാഷ്ട്രീയ നിലപാടുകൾ സംബന്ധിച്ച് പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുണ്ട്. അത് സംബന്ധമായി അനാവശ്യ വിവാദങ്ങൾ ഇടയ്ക്കിടെ സൃഷ്ടിക്കുന്നതും കാണാം. സമസ്തയുടെ അടിസ്ഥാന നിലപാട് അറിയാത്തവരാണ് ഇത്തരം വിവാദങ്ങൾക്ക് പിറകിൽ. ദൈനംദിന രാഷ്ട്രീയ വിഷയത്തിൽ ഇടപെടുന്നത് സമസ്തയുടെ നയമല്ല എന്ന് തങ്ങൾ പറയുന്നു. സമസ്ത ആത്യന്തികമായ ഒരു ആധ്യാത്മിക പ്രസ്ഥാനമാണ്. ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് വിജയമോ പരാജയമോ സമസ്തയുടെ അജണ്ടയല്ല എന്ന് അദ്ദേഹം പറയുന്നു. സമസ്തയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേക അജണ്ടകളില്ല. അത് നേരെ മറിച്ച് ഭരണഘടന അനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന രീതിയിൽ അതാത് കാലഘട്ടത്തിലെ സർക്കാരുകളുടെ യോജിക്കാവുന്ന വിഷയങ്ങളിൽ യോജിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് സമസ്ത നടത്തിവരുന്നത്. അതിപ്പോഴും തുടരുന്നു എന്ന് പറയുന്നു അദ്ദേഹം. എന്നാൽ അത്തരം നയങ്ങളെയും നിലപാടുകളെയും എല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് പ്രചരണം ഇപ്പോൾ വ്യാപകമായി നടക്കുന്നത്. സമസ്തയുടെ അജണ്ടയ്ക്കും ലക്ഷ്യത്തിനും വിരുദ്ധമായി വർഗീയത വളർത്താനും വിശ്വാസികളിൽ അധാർമിക മതവിരുദ്ധ ചിന്തകൾ വളർത്താനും ചില കക്ഷികൾ ശ്രമിച്ചപ്പോൾ സംഘടന അവരെ എതിർത്തിട്ടുണ്ട് എന്നത് ശരിയാണ്. ഒരു മതസംഘടന എന്ന നിലയിൽ ആ എതിർപ്പ് ഇനിയും തുടരും. അത് ആരെയെങ്കിലും തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കാനോ തോൽപ്പിക്കാനോ ഉള്ള കാര്യമല്ല. സമസ്തയെ സംബന്ധിച്ച് മതമൂല്യങ്ങളും ധാർമ്മികതയുമാണ് പ്രധാനം. സമസ്തയ്ക്ക് ഒരു മതസംഘടന എന്ന രീതിയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി അടുപ്പമോ അകൽച്ചയോ ഇല്ല. മാത്രമല്ല, സമസ്തയുടെ ധാർമ്മികവും സദാചാരപരമായ വിഷയങ്ങളിൽ ആ നിലപാടുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികളോട് ആളുകൾക്ക് സ്വാഭാവികമായ അടുപ്പം തോന്നാം. അത് അനുയായികളും നേതാക്കളും ഉണ്ടായിട്ടുണ്ട്. അത്തരം നല്ല ബന്ധങ്ങളുടെ തുടർച്ച ആവശ്യമാണ്. അത് തുടരുകയും ചെയ്യും. അതൊന്നും സമസ്തയുടെ ദൈനംദിന രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നതിൻ്റെ ഭാഗമല്ല. സമസ്തയുടെ മേഖലയല്ല ഇത്തരം കാര്യങ്ങളെന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ സമുദായത്തിൻ്റെ ഐക്യം കെട്ടുറപ്പുമാണ് സംഘടന ലക്ഷ്യമിടുന്നത്. അതിനു വേണ്ടിയിട്ടാണ് എന്തായാലും സമസ്ത നിലകൊള്ളുന്നത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഈ ഒരു രാഷ്ട്രീയ നിലപാട് സമസ്ത പൊതുവെ ഏതെങ്കിലും ഒരു കക്ഷിയുമായി അടുക്കുന്നു, അല്ലെങ്കിൽ സർക്കാരുമായി അടുക്കുന്നു, അല്ലെങ്കിൽ ലീഗുമായി അടുക്കുന്നു, സർക്കാരുമായി അകലുന്നു, ലീഗുമായി അകലുന്നു എന്ന തരത്തിലുള്ള പ്രചരണം ശരിയല്ല എന്നുള്ളതാണ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഈ സമസ്തയുടെ വാർഷിക ദിനത്തിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും സമസ്തയുടെ വാർഷിക സമ്മേളനം അല്പസമയത്തിനകം കോഴിക്കോടുള്ള സമസ്താലയ പരിസരത്ത് തുടങ്ങും. അതിൻ്റെ ഭാഗമായി സമസ്തയുടെ സ്ഥാപക പ്രസിഡന്റായിട്ടുള്ള വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ മഖാമിലും ഒപ്പം തന്നെ സമസ്തയെ ദീർഘകാലം നയിച്ച ഷംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരുടെ ഖബറിടത്തിലുമെല്ലാം തന്നെ സിയാറത്ത് നടത്തിയതിനു ശേഷമായിരിക്കും സമസ്തയുടെ ഈ വാർഷിക സമ്മേളനം തുടങ്ങുക എന്നുള്ളതാണ്. ഒപ്പം ഇതിൻ്റെ ആനുപാതികമായി തന്നെ പറയാനുള്ളത് സമസ്തയുടെ കൃത്യമായ നിലപാട് ആ വേദിയിലും ഒരുപക്ഷേ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വ്യക്തമാക്കിയേക്കുമെന്ന സൂചനകളാണ് സമസ്തയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്.